ഇനി ഇപ്പോഴുള്ള ഒരു യങ്ങർ ജനറേഷന് ഈ പറഞ്ഞതുപോലെ എല്ലാ ആക്സസും കൂടുതൽ ഉള്ള ഒരു ജനറേഷനാണ്. അവരൊരുപാട് റിലേഷൻഷിപ്പ് ട്രൈ ഔട്ട് ചെയ്ത് വർക്ക് ചെയ്യാതിരിക്കുന്നു, വർക്ക് ചെയ്യുന്നു. ചിലത് കുറേ കാലം മുന്നോട്ട് പോകും. മിക്കവാറും ആൾക്കാരും ഒരു 4-5 റിലേഷൻഷിപ്പ് ട്രൈ ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഒരെണ്ണത്തിലേക്ക് ലാൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനെങ്ങനെയാണ് ഒബ്സർവ് ചെയ്യുന്നത്? അതായത് ഈ റിലേഷൻഷിപ്പിലൊക്കെയുള്ള ഇപ്പം ഞാൻ കണ്ടിട്ടുണ്ട്, അതിലൊക്കെയുള്ള റെഡ് ഫ്ലാഗ്സ് അവർക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങാൻ അവർ ബുദ്ധിമുട്ടുന്നത് കണ്ടിട്ടുണ്ട്. അതായത് അവർക്ക് വേറൊരാളെ കാണുമ്പോൾ ആ റെഡ് ഫ്ലാഗ്സ് ആണ് ആദ്യം ഓർമ്മ വരുന്നത്. ഓ, ഇത് അതിലുണ്ടായിരുന്നു. ദെൻ ദേ ആർ ഫൈൻഡിങ് ദാറ്റ് ഫസ്റ്റ് തന്നെ കാണുന്നത് ആ റെഡ് ഫ്ലാഗ്സ് ആണ്. അങ്ങനെ അവർക്കൊരു പാർട്ട്ണറെ കിട്ടാനൊരു ഒരാളെ ഫിക്സ് ചെയ്യാൻ, ദേ വാണ്ട് സംബഡി പെർഫെക്റ്റ്, അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലാത്ത ഒരാളെ വേണം എന്നുള്ളൊരു പോയിന്റിലേക്കൊക്കെ എത്തുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് എങ്ങനെയാണ് അതിനെ ഒബ്സർവ് ചെയ്യുന്നത്? ഈസ് ഇറ്റ് മേക്കിംഗ് ഇറ്റ് വേഴ്സ് ഓർ ഈസ് ഇറ്റ് ഓക്കെ? ആൻഡ് ഐ ഹവ് സീൻ പീപ്പിൾ ഒരു ഡിവോഴ്സ് ഒക്കെ കഴിഞ്ഞ് വളരെ സഫറിങ് ഒക്കെ കഴിഞ്ഞിട്ടുള്ളൊരു കല്യാണത്തിൽ നിന്നൊക്കെ വന്നിട്ട് വേറൊരാളെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ ഞാനിപ്പം ഫസ്റ്റ് പറഞ്ഞ പോലെ ഇനി ഒരാളെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് എനിക്കില്ല എന്ന് തീരുമാനിക്കുന്നവരെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്നത്, അതായത് കുറേ റിലേഷൻഷിപ്പ് ട്രൈ ഔട്ട് ചെയ്യാന്നുള്ളത് എങ്ങനെയാണ് അതിനെ ഒബ്സർവ് ചെയ്യുന്നത്? ബേസിക്കലി ജെൻസിയുടെ പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് ആവശ്യത്തിലധികം ഇൻഫർമേഷൻ ഉണ്ട്, പക്ഷെ അതെങ്ങനെയാണ് പ്രാക്ടിക്കലി ഉപയോഗിക്കേണ്ടതെന്നും നാവിഗേറ്റ് ചെയ്യേണ്ടതെന്നും അവർക്ക് അറിഞ്ഞുകൂടാന്നുള്ളതാണ്. ഇപ്പം ജെൻസി ബീങ് എ ജെൻസി ഇസ് എ ഹെഡേക്ക് എന്ന് പറയുന്ന പിള്ളേരുണ്ട്. ജെൻസി ആയിട്ട് ഇരിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ പറയുന്ന കുട്ടികളുണ്ട്. ഇവരുടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് അങ്ങനെ ഫുൾ എക്സ്പ്ലോർ ട്രൈ ഔട്ട് ചെയ്യുന്നതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അവർ ഈ പറയുന്ന പോലെ ദേ ഗെറ്റ് ഇൻ ടു ദി ഫ്രണ്ട്ഷിപ്പ്, ഒരു ഫിസിക്കൽ സ്പാർക്കിൽ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ജെൻസി പറഞ്ഞത് കേട്ടു, എന്താ ബോഡി കൗണ്ട്, അതായത് ഹി ഈസ് ഹാർഡ്ലി 20 or 21 or 22 എന്തോ, ഹി ഓൾറെഡി ഹാഡ് 15 ബോഡി കൗണ്ട് എന്ന് പറഞ്ഞത്. ബോഡി കൗണ്ട് എന്ന് പറഞ്ഞാൽ അവൻ അത്രയും പേരുടെ കൂടെ ഫിസിക്കലി ഇൻവോൾവ് ആയിന്ന്. ഇറ്റ്സ് എ ന്യൂ ടേം മേ ബി, ആയിട്ടുണ്ട്, ഞാനതും കേട്ടതാണ്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? അത് ബിക്കോസ് ഞാൻ കാണുന്നതെന്നാണോ ചോദിക്കുന്നത്? അതിന്റെ പ്രശ്നം ഞാൻ പറയണേ, അത് ഞാൻ വളരെ പേടിയോടെയാണ് കാണുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിൽ ഇപ്പം സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസിന്റെ കൗണ്ട് ഭയങ്കര കൂടുതലാണ്. ഓക്കെ. അപ്പോൾ അതായത് അവർക്ക് ഇൻഫോർമേഷൻ ഉണ്ട്, പക്ഷെ നോളജ് ഇല്ല, അത് പ്രോസസ്സ് ചെയ്യേണ്ട രീതിയുമില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ CSE വൃത്തിയായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു അത്യാവശ്യം ഉണ്ടെന്ന് പറയുന്നത്. നമുക്ക് ഒരുപാട് ഡേറ്റിംഗ് ആപ്സ് ഉണ്ട്, സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള പ്ലാറ്റ്ഫോമും കുട്ടികൾക്ക് ഓപ്പൺ ആണ്. അപ്പോൾ ഓ മൈ ഗോഡ്, ഐ എം ആക്ച്വലി അഗെയിൻസ്റ്റ് ഗെയിംസ്. ബേസിക്കലി ഗെയിംസിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇൻറ്ററാക്റ്റീവ് ഗെയിംസ് വരുമ്പോൾ അപ്പുറത്തിരിക്കുന്ന എൻ്റെ ഗെയിം പാർട്ട്ണർ ആരെന്ന് എനിക്കറിയില്ല. അതിൻ്റെ ഉള്ളിൽ തന്നെ ചാറ്റ് വിൻഡോ ഉണ്ടാവും. മേ ബി ഐ എം ജസ്റ്റ് 18-year-old ഗേൾ, അപ്പുറത്തിരിക്കുന്ന ആളൊരു 40 ആവാം, അല്ലെങ്കിൽ ഒരു 28 ആവാം, നമുക്കറിയില്ല. നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞ് കളിച്ച് പരിചയപ്പെട്ട് ആക്ച്വലി ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഗ്രൂമിങ് ഓൺലി. എനിക്ക് വേണ്ട ഒരു പാർട്ട്ണർ, ചെറിയൊരു കുട്ടീനെ കിട്ടുമ്പോൾ എനിക്ക് വേണ്ട എൻ്റെ സങ്കല്പത്തിലെ ഒരാളായിട്ട് ഇയാളെ അങ്ങ് മാറ്റുവാണ്. ദാറ്റ് ഈസ് ഓൾസോ ഹാപ്പനിങ് വിത്ത് ദീസ് കിഡ്സ്. എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം അത്. പിന്നെ ഒരു പരിധി വരെ നമ്മൾ ഭയങ്കര ബയസ്ഡായി, ഇങ്ങനെ ആവുമ്പോഴാണ് ഗ്രീൻ ഫ്ലാഗ് ആവുള്ളൂ, ഇങ്ങനെ ആയാൽ അത് റെഡ് തന്നെയാണ്, നമുക്ക് നെഗോഷിയേഷൻസ് ഇല്ല. ഇങ്ങനെ ആയാൽ അതെന്തുകൊണ്ട് ഗ്രീൻ ആവുന്നു? ഇങ്ങനെ ആയാൽ, അതായത് ഇപ്പം അമൃതയ്ക്ക് ഗ്രീൻ ആയിട്ടുള്ളൊരു സാധനം എനിക്ക് റെഡ് ആവാം, തീർച്ചയായിട്ടും ആയിക്കൂടെ. പക്ഷെ നമ്മളിങ്ങനെ ഡിഫൈൻ ചെയ്ത് വെച്ചേക്കാം ഇങ്ങനെ തന്നെ ആവണം. ഇനി റെസ്പെക്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ, എൻ്റെ അച്ഛനമ്മക്കുള്ള വീട്ടിൽ വി ഡോണ്ട് കോൾ എഡി. അമ്മയെ വീട്ടിൽ വിളിക്കുകയില്ല എഡി എന്നുള്ളത്. എനിക്ക് അതേപോലെ, ഞാൻ മലപ്പുറം, അപ്പം നിങ്ങൾ എന്നുള്ളത് എനിക്ക് റെസ്പെക്റ്റാ. എനിക്കത് ഭയങ്കര, പക്ഷെ വേറെ സൈഡിൽ അത് ഭയങ്കര ഒരു ബന്ധമില്ലാത്ത, ഒരു ഇതില്ലാത്ത ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന നിങ്ങൾ, താങ്കൾ എന്നൊക്കെ വിളിക്കുന്ന പോലെയാണ് അവർക്ക് അത് ഫീൽ ചെയ്യുക. ഇപ്പൊ എഡീന്ന് ആക്ച്വലി അമ്മ പറഞ്ഞിട്ടുണ്ട്, നീയൊക്കെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് നിന്നെ ഒരു തവണ എഡീന്ന് വിളിച്ച 1000 അടിയുടെ ഒരു എഡി ഈസ് ഈക്വൽ ടു 1000 അടിയായിരുന്നു എനിക്ക്. കാരണം ഞാൻ അങ്ങനെ ഭയങ്കര ഷാറ്റേഡ് ആയി പോയിരുന്നു. ബട്ട് പിന്നെ കോളേജിലൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും എടി എനിക്ക് എന്തൊരു ഭയങ്കര, എനിക്ക് എടുക്കാൻ പറ്റാത്തൊരു സാധനമായിരുന്നു. എടാന്ന് വിളിക്കാൻ പറയും ഞാൻ എപ്പോഴും, മനസ്സിലായോ? ബട്ട് അത് ഞാൻ ഇപ്പം ഈ പറയുന്ന പോലെ അതെൻ്റെ കോൺസെപ്റ്റ് അല്ലേ. അങ്ങനെ നോക്കുമ്പം എടീന്ന് വിളിക്കുന്ന ഒരു ചെറുക്കൻ ആക്ച്വലി എനിക്ക് റെഡ് ഫ്ലാഗ് അല്ലേ? അതെ അതെ അതെ. അവൻ ഒട്ടും എന്നെ റെസ്പെക്ട് ചെയ്യുന്നില്ലെന്ന് എനിക്ക് തോന്നിക്കൂടെ? അപ്പം അയക്കാൻ ഇപ്പം എല്ലാവരും അങ്ങനെയല്ലേ, എടീന്ന് വിളിച്ചു ഈസ് ഈക്വൽ ടു നോ റെസ്പെക്ട്, ഈസ് ഈക്വൽ ടു റെഡ് ഫ്ലാഗ്, ഈസ് ഈക്വൽ ടു ടോക്സിക്. ഇതാണല്ലോ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന സാധനം. ഇതൊക്കെ തന്നെയാണോ ഇത് എന്ന് ചിന്തിക്കേണ്ട ഒരു സമയമായിട്ടുണ്ട്. അതുകൊണ്ട് ജെൻസി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇപ്പോഴത്തെ യങ് അഡൾട്ട്സ്, ഇപ്പം നമ്മുടെ വർക്കിംഗ് ഫോഴ്സിലൊക്കെ വരുന്ന ആൾക്കാരോട് പറയാനുള്ളത്, ലിറ്റിൽ ബി ഓപ്പൺ ആവുക. നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് സ്വയം കണ്ടുപിടിക്കണം.
നിങ്ങൾക്ക് ശരിക്ക് ഇപ്പം എന്താ പറയണേ, എന്താ അതിന് പറയാം, ഇപ്പം ഇപ്പം ഇങ്ങനെ ഇരിക്കണം, കാലും കെട്ടിയിരിക്കുന്നത്, നിങ്ങൾക്ക് ഒരു ക്രൗഡിൽ അത് ഓക്കെ അല്ല. ശരിക്കും നിങ്ങൾക്ക് ഓക്കെ അല്ലാത്തതുകൊണ്ടാണോ, അത് നിങ്ങൾ കണ്ടീഷൻഡ് ആയതുകൊണ്ടാണോ, സോഷ്യൽ ആൻസൈറ്റിയുടെ പ്രശ്നമാണോ, എന്താണെന്നൊന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് നിങ്ങൾ ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് പോകും. ആദ്യം സ്വയം നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന് തിരിച്ചറിയുക, എന്നിട്ട് നമുക്ക് ആകാന്നേ. എക്സ്പ്ലോറേഷൻസ് എല്ലാം ഇനി സെക്ഷൽ എക്സ്പ്ലോറേഷൻസ് ആണെങ്കിലും ബാക്കി കാര്യങ്ങളാണെങ്കിലും വൺസ് യു ആർ ആൻ അഡൾട്ട് നമുക്ക് പിന്നെ വേറെ ഒന്നും പറയാനുള്ളൊരു സ്കോപ്പും ഇല്ല. ബട്ട് ദെൻ യു ഹാവ് ടു ബി വെരി കെയർഫുൾ അബൌട്ട് യുവർ ഫിസിക്കൽ ബോഡി, ഇമോഷണൽ ബോഡി. ഞാൻ ഒരാളോട് പോയി അങ്ങേയറ്റത്തെ പ്രണയത്തിലായി, എന്നിട്ട് ഞാൻ എന്നെ തന്നെ ഫിസിക്കലി ഇമോഷണലി മെൻ്റലി ഡാമേജ് ആക്കുകയാണ്. എനിക്ക് എന്നെ ഒട്ടും ഇഷ്ടമല്ലേ, സീരിയസ്ലി.